പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ഒന്നാണ്. കോഴിക്കോട് നിന്നും ഒരു യുവാവ് ലണ്ടനിലേക്ക് ഒരു സൈക്കിൾ സവാരി നടത്തിയ വാർത്ത. 30 രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഏകദേശം 22,800 കിലോമീറ്റർ അധികം സൈക്കിൾ ചവിട്ടിയാണ് ഈ യുവാവ് ലണ്ടനിലേക്ക് എത്തിയത്. 15 മാസങ്ങളെടുത്തു ഈ യാത്ര പൂർത്തിയാക്കുവാൻ. ഈ യാത്രയ്ക്ക് ഒരു പേരുമുണ്ടായിരുന്നു. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് എന്നായിരുന്നു ഈ യാത്രയുടെ പേര്. ഈ യാത്രയുടെ ലക്ഷ്യമെന്നത് ലോക സമാധാനം, ആരോഗ്യ സംരക്ഷണം, കാർബൺ എമിഷൻ കുറക്കുന്നത് നടപ്പിലാക്കൽ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നിവയെല്ലാമായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം. ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ മുൻനിർത്തി സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള യാത്രകൾ പലരും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. യേശു തൻ്റെ പരിശുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഇപ്രകാരം നിരവധി യാത്രകൾ നടത്തിയിട്ടായിട്ട് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. ഗലീലിൽ നിന്നും ജെറുസലേമിലേക്കും, വീണ്ടും ജെറുസലേമിൽ നിന്നും ഗലീലിലേക്കും, അതുപോലെ തന്നെ മറ്റു നിരവധി യാത്രകൾ. യേശുവിൻ്റെ ഈ യാത്രകൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക, അനുദപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരുന്നു ഈ യാത്രയുടെ ആപ്തവാക്യം. അപ്രകാരം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പ്രഘോഷണമായിരുന്നു ഈ യാത്രകളുടെ ഏക ലക്ഷ്യം. ഇങ്ങനെ യാത്രകൾ ചെയ്യുവാൻ കാരണമുണ്ടായിരുന്നു. ഓർക്കുക, ബഹുജന സമ്പർക്ക മാധ്യമങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മതപരവും തത്വദർശനപരവുമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് സഞ്ചാരകരായിട്ടുള്ള ഗുരുക്കന്മാരും ശിഷ്യരും വഴിയായിരുന്നു. യാത്ര വേളയിൽ മതബോധന പ്രബോധനങ്ങൾ നൽകുക എന്നതായിരുന്നു രീതി. ഇത്തരം അവസരങ്ങൾ അതിനായിട്ട് റബ്ബിമാർ ഉപയോഗിച്ചിരുന്നു. യേശുവും ഈ രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. കാരണം അന്നത്തെ യഹൂദ രീതിയായിരുന്നു ഇത്. അതിനാൽ തന്നെയാണ് ഈ രീതി പിന്തുടരുവാൻ വേണ്ടി യേശു 12 അംഗ സംഘത്തെ പേര് ചൊല്ലി വിളിക്കുന്നത്. തുടർന്ന് അവർക്ക് വലിയ അധികാരം നൽകി യേശു അവരെ 2 പേർ വീതം പറഞ്ഞു വിടുന്നതും. ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് വലിയ അധികാരങ്ങൾ നൽകിക്കൊണ്ട് അവരെ സുവിശേഷ പ്രഘോഷണ യാത്രയ്ക്കായിട്ട് പറഞ്ഞു വിടുന്നതായിട്ടാണ്. ഈ യാത്രയുടെ വേളയിൽ ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് വചനഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. യാത്രയ്ക്കായിട്ട് ഈ 2 പേര് വിധമാണ് യേശു വിടുന്നത്. അതിന് പിന്നിൽ ഒരു യഹൂദ പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ 2 പേരുടെ സാക്ഷ്യം സത്യമായിട്ട് അംഗീകരിച്ചിരുന്നു, ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരുന്നു. നിയമാവർത്തന പുസ്തകം 19:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: തെറ്റിനെയോ കുറ്റത്തിനെയോ സത്യാവസ്ഥ തീരുമാനിക്കുവാൻ ഒരു സാക്ഷി പോരാ, 2-3 സാക്ഷികളുടെ മൊഴി വേണം. അതിനാൽ തന്നെയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, സൂസനയ്ക്കെതിരെ 2 ന്യായാധിപന്മാരാണ് വ്യാജ സാക്ഷ്യം നൽകുന്നതായിട്ട്. ഇവിടെ 2 ന്യായാധിപന്മാരുടെ സാക്ഷ്യം സത്യമായിട്ട് അംഗീകരിച്ചു. കാരണം ആ കാലഘട്ടത്തിൽ 2 പേര് ഒരുമിച്ച് വന്ന് പറഞ്ഞത് സത്യമായിട്ട് അംഗീകരിച്ചു പോന്നിരുന്നു. പക്ഷേ ന്യായാധിപന്മാർ വ്യാജമാണ് പറഞ്ഞത്, നുണയാണ് പറഞ്ഞതെന്ന് ദാനിയേൽ പ്രവാചകൻ പിന്നീട് തെളിയിക്കുന്നുണ്ട്. 2 പേര് ഒരുമിച്ച് അയക്കുന്നതിലെ പ്രയോജനങ്ങൾ സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: സാക്ഷ്യം വഹിക്കുക എന്ന നയാമിക വാക്കും 2 പേരുടെ സാന്നിധ്യം ആവശ്യമാക്കി തീർന്നു. ഈ പഴയ നിയമ യഹൂദ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവും ഈ രീതി സ്വീകരിച്ചുകൊണ്ട് ആദ്യ ശിഷ്യരെ 2 പേരെ വീതം വിളിക്കുന്നതും, പത്രോസും അന്ത്രയോസും, അതുപോലെ തന്നെ യാക്കോബും യോഹന്നാനും. ഒപ്പം ദൈവവചന പ്രഘോഷണ യാത്രയ്ക്ക് 2 പേരെ വീതം പറഞ്ഞയക്കുന്നതും അവരുടെ സാക്ഷ്യം സത്യമായി അംഗീകരിക്കുവാൻ. വചനഭാഗത്ത് നമ്മൾ കാണുന്നു, ദൈവവചന പ്രഘോഷണ യാത്രയ്ക്ക് 2 പേരെ വീതം പറഞ്ഞയക്കുന്ന വേളയിൽ വലിയ അധികാരങ്ങളാണ് യേശു അവർക്ക് നൽകുന്നത്. പിശാചുകളെ ബഹിഷ്കരിക്കുവാനും, രോഗികളെ സുഖപ്പെടുത്തുവാനും, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുവാനും, അങ്ങനെ വലിയ അധികാരങ്ങൾ യേശു അവർക്ക് നൽകുകയാണ്. യഥാർത്ഥത്തിൽ
കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ടുള്ള വലിയൊരു വിളിയാണ് യേശു നൽകുന്നത്, ദൗത്യമാണ് യേശു നൽകുന്നത്. കർത്താവിൻ്റെ ഈ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ 12 ശിഷ്യന്മാർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കടമയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഈ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുചേരുക? ഞാൻ പറയും, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും മുറിപ്പെടുത്താതിരിക്കുക. പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സംസ്കാരത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വിദ്വേഷവും വെറുപ്പും ഉളവാക്കുന്ന പോസ്റ്റുകൾ കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോഴെല്ലാം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സൈബർ ആക്രമണത്തിൻ്റെ ഒരു ഇരയാണ് തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ഇൻസ്റ്റാഗ്രാം താരമായിട്ടുള്ളൊരു വിദ്യാർത്ഥിനി. പ്രബുദ്ധ കേരളമെന്ന് നമ്മൾ പലപ്പോഴും അഹങ്കരിച്ചിട്ടും നമ്മുടെ പ്രവൃത്തിയിൽ വളരെ ദയനീയമായ ഒന്നാണ്. ആരെ മുറിപ്പെടുത്താതെ ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം നമുക്ക് പടുത്തുയർത്താം. അമേരിക്കൻ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറും പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ ലവ് എന്നും അറിയപ്പെടുന്ന ഫെലിസ് ലിയോനാർഡോ ബുസ്ഗാഗ്ലിയോ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: Too often we underestimate the power of a touch, a smile, a kind word, a listening ear, an honest compliment, or the smallest act of caring, all of which have the potential to turn a life around. പലപ്പോഴും നമ്മൾ ഒരു സ്പർശനത്തിൻ്റെ ശക്തി, ഒരു പുഞ്ചിരി, ദയുള്ള വാക്ക്, നന്നായി ശ്രവിക്കുന്ന കാതുകൾ, സത്യസന്ധമായിട്ടുള്ള അഭിനന്ദനം, അതുമല്ലെങ്കിൽ കരുതലിൻ്റെ ഏറ്റവും ചെറിയ പ്രവൃത്തി എന്നിവ കുറിച്ച് കാണിക്കുന്നു. എന്നാൽ ഇവയെല്ലാം ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളവയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുചേരുവാനുള്ള ചില മാർഗങ്ങളാണിവ. ആയതിനാൽ മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു പുഞ്ചിരി സമ്മാനിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രോത്സാഹനത്തിൻ്റെ ഒരു നല്ല വാക്ക്, കരുണ നിറഞ്ഞ വാക്ക്, സ്നേഹത്തിൻ്റെ ഒരു തലോടൽ, ഒരു സ്പർശനം, ഒരു നല്ല ശ്രോതാവായി മാറിക്കൊണ്ട് അങ്ങനെ കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഈ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് വചനം ഇന്നേ ദിവസം നമുക്ക് നൽകുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സൗഖ്യത്തിൻ്റെ ഒരു യാത്ര നമുക്ക് നടത്തുവാൻ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയാണ്. പരിശുദ്ധ അമ്മ ഒരു യാത്ര നടത്തുന്നതായിട്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 39-ാം വചനത്തിൽ നമ്മൾ കാണുകയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ചു, എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ഈ യാത്രയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, എലിസബത്തിനെ ശുശ്രൂഷിക്കുക മാത്രമായിരുന്നു. നമുക്കും ഇത്തരത്തിൽ ചില യാത്രകൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ക്ഷമിച്ചുകൊണ്ട്, ക്ഷമ ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള യാത്രകൾ, സൗഖ്യത്തിൻ്റെ യാത്രകൾ നടത്തേണ്ടിയിരിക്കുന്നു. തുടർന്ന് നമ്മൾ വചനഭാഗത്ത് കാണുവാൻ സാധിക്കുക, യേശു നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ടാണ്. യേശുവിൻ്റെ ഈ നിർദ്ദേശങ്ങളെ ഒരു യാത്രക്കുള്ള നിർദ്ദേശങ്ങളെക്കാൾ ഉപരിയായിട്ട് ശിശുത്വത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളായിട്ട് വേണം കാണുവാനായിട്ട്. ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പല അടിസ്ഥാന കാര്യങ്ങൾ എടുക്കരുതെന്നുള്ള യേശുവിൻ്റെ നിർദ്ദേശമാണ്. വടി, മലമ്പ്രദേശത്തെ യാത്രയിൽ താങ്ങിനും സംരക്ഷണത്തിനും വേണ്ടി വടി പ്രയോജനപ്രദമാണ്. ഒപ്പം പഴയ നിയമത്തിൽ വടി അധികാരത്തിൻ്റെയും ശക്തിയുടെയും അടയാളമാണ്. അപ്പം ഇന്നത്തെ ആവശ്യത്തിനുള്ളതാണ് അപ്പം. സഞ്ചി നാളത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനാകാം സഞ്ചി. തെരുവുകൾ തോറും പ്രസംഗിച്ച് നടന്നിരുന്ന സിനിക്ക് തത്വചിന്തകർ വടിയും സഞ്ചിയുമാണ് പലപ്പോഴും അവർ ഉപയോഗിച്ചിരുന്നത്. കയ്യിൽ സഞ്ചിയില്ലാത്ത സിനിക്കുകളിൽ നിന്നും യേശുവിൻ്റെ ശിഷ്യന്മാരെ വ്യത്യസ്തരായി കാണുമെന്നാണ് യേശു ഇവിടെ ആഗ്രഹിക്കുന്നത്. അരപ്പട്ട പണസഞ്ചിയായിട്ട് ഉപയോഗിക്കുന്ന വീതിയുള്ള അരപ്പട്ടയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങുവാനായിട്ടുള്ള പണം സൂക്ഷിക്കുവാനാണ് അരപ്പട്ട ഉപയോഗിക്കുന്നത്. ഒന്നും എടുക്കരുതെന്ന നിർദ്ദേശം ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. രണ്ടാമത്തെ ഉടുപ്പ് മേലങ്കി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. രാത്രി കാലങ്ങളിൽ തണുപ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ടാണ് മേലങ്കി ധരിച്ചിരുന്നത്. മേലങ്കി വേണ്ടെന്ന നിർദ്ദേശം ഓരോ രാത്രിയും ഒരു താമസ സ്ഥലം ദൈവം ഒരുക്കി തരുമെന്നുള്ള ദൈവാശ്രയ ബോധത്തോടെ പോകുവാനായിട്ടുള്ള ആഹ്വാനമാണ്.
ശിഷ്യർ അവരുടെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തരാകുവാനായിട്ട് പാടില്ല. അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള വഴി ദൈവം തന്നെ ഒരുക്കുമെന്ന വിശ്വാസമാണ് അവർ കൂടെ കൊണ്ടുപോകേണ്ടത്. ഇതിലൂടെ അവിടുന്ന് അർത്ഥമാക്കുന്നത് ഒരു ക്രിസ്തു ശിഷ്യൻ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ള കാര്യമാണ്. ദൈവത്തിലുള്ള ശരണമായിരിക്കണം, ആശ്രയമായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യന്റെ മുഖമുദ്ര. അതായിരിക്കണം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അഥവാ ആസ്തി. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ യാത്രയിലെ ഏറ്റവും വലിയ കൂട്ട് അത് ദൈവമായിരിക്കണം, ദൈവാശ്രയ ബോധമായിരിക്കണം. എന്നീ ദിനം തിരുസഭ മാതാവ് നമ്മെ ക്ഷണിക്കുന്നു കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷയുടെ യാത്രയിൽ പങ്കുചേരുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവാശ്രയ ബോധമുള്ള ശിഷ്യരായി വളരുവാനും ക്രിസ്തുവിൻ്റെ കൂടെ നമുക്കും ഒരു യാത്ര പുറപ്പെടാം. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.